ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഒക്കെ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട്. നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ഒരു സാധനത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്നാണ് ഈ പരാതി പറയാ? മലപ്പുറത്ത് ഈ അടുത്ത് നടന്നൊരു സംഭവത്തിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. 5000 രൂപയ്ക്ക് മേലെ വിലയുള്ള ഒരു ക്രോക്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്നു. 5000 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ചെരുപ്പിന് അതിൻ്റെതായ ക്വാളിറ്റി വേണമല്ലേ? പക്ഷെ 3 മാസം കൊണ്ട് തന്നെ ചെരുപ്പിന്റെ കളർ ഭംഗി അത് ദ്രവിച്ചു തുടങ്ങി. പറ്റിക്കപ്പെട്ടതാന്ന് മനസ്സിലായപ്പോൾ അപ്പൊ തന്നെ ഫ്ലിപ്കാർട്ടിൽ വിളിച്ച് പരാതിയും കൊടുത്തു. അപ്പൊ അതേ ഫ്ലിപ്കാർട്ടും കൈയൊഴിഞ്ഞു. അവർക്ക് 45 ദിവസത്തെ റിട്ടേൺ പോളിസി ഉള്ളൂ. ഇതിപ്പോ 45 കഴിഞ്ഞ് 3 മാസം എത്തുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ പിന്നെ പരാതി കൊടുക്കാനായിട്ട് ഫ്ലിപ്കാർട്ടിലെ സെല്ലറിന്റെ അഡ്രസ്സ് തരാൻ പറഞ്ഞപ്പോൾ അവരതിനും തയ്യാറല്ല. ക്രോക്സ് കമ്പനി തന്നെ നേരിട്ട് പരാതി കൊടുത്തപ്പോൾ അവര് പറഞ്ഞത് അവര് നേരിട്ട് വിറ്റ സാധനമല്ല, വേറൊരു സെല്ലർ വഴി വിറ്റ സാധനമാകുമ്പോൾ അവർക്ക് അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല അല്ലെ, നേരെ കൺസ്യൂമർ കോടതിയിലേക്ക് പോയി. കോടതിയിലെ 1 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 5000 രൂപയുടെ ചെരുപ്പിന് പകരം 28,000 രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ലഭിച്ചിരിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത്രയൊന്നും അല്ലെങ്കിലും എന്തെങ്കിലും ഒരു അനുഭവം ഇതുപോലെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മളാരും അതിനൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ റെഡി ആയിട്ടേ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാവുന്നും എവിടേക്കാണ് പരാതി കൊടുക്കേണ്ടതെന്നും ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അടുത്ത സ്റ്റെപ്പ് എന്താണെന്നും കൂടി നിങ്ങൾ അറിയണം. ഇനിയുള്ള 3 ദിവസങ്ങളിലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണ വീഡിയോ ഇതിനെ പറ്റിയായിരിക്കും. അപ്പോൾ നിയമപരമായിട്ടുള്ള വാർത്തകളും നിങ്ങളുടെ അവകാശങ്ങളും കൂടുതൽ അറിയാനായി ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.